ഹലോ. സോ ഇന്ന് നമ്മൾ കലൂരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ സ്റ്റേഡിയം റോഡിൽ നമുക്ക് ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് ഈ കോട്ടൺ ഫാബ് എക്സിബിഷൻ കലൂർ റോഡിൽ ലൈക്ക് നോർമലി അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിയർ ബൈ നടക്കാറുണ്ട്. ആൻഡ് ഇപ്രാവശ്യം വേറൊരു എക്സിബിഷൻ കൂടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു, തിങ്സ് ബ്രൈറ്റ് ഓണം ഫെസ്റ്റോ അങ്ങനെ എന്തോ. പക്ഷെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് നമ്മൾ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറാണ്. ബേസിക്കലി കോട്ടൺ ഫാബ് ഇസ് ലൈക്ക് നമ്മുടെ ഇന്ത്യയിലെ പല ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഇതുപോലത്തെ ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും അവരുടെ കൾച്ചറൽ എല്ലാ ഐറ്റംസും ഇങ്ങനെ സെയിൽസിന് കൊണ്ടുവെക്കുന്നതാണ്. ഇപ്പോൾ ബേസിക്കലി ഓരോ സ്ഥലത്തും വെസ്റ്റ് ബംഗാൾ, അതുപോലെ കശ്മീർ, അപ്പോൾ ഓരോ സ്ഥലത്തെയും അവരുടേതായിട്ടുള്ള ലൈക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ബേസിക്കലി ഡ്രസ്സും ഫുഡ് വെയർസും ഒക്കെയാണ്. കോലാപൂരി ചപ്പൽസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഓർണമെൻറ്റ്സ് ആൻഡ് വുഡിന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കൈൻഡ് ഓഫ് ടോയ്സ് ആൻഡ് ഓൾ ഓർണമെൻറ്റ്സിനൊക്കെ പല വൈഡ് വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് ഞാൻ നോക്കിയിട്ട് ലൈക്ക് ഒരുപാടൊന്നും നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം എല്ലാത്തിനും തന്നെ എമൗണ്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹോം എസെൻഷ്യൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ലൈക്ക് ഫുഡ് മസാജേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ ഷോപ്പും എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഓരോ പർട്ടിക്കുലർ, ഇപ്പം ഞാൻ കാണിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പം അതുപോലെ ഓരോ ഡിഫറെൻറ്റ് ഷോപ്സിലും ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസൊക്കെ ആയിരിക്കും ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളത് സെയിൽസിനായിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൈത്തറി മെറ്റീരിയൽസൊക്കെ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല കുഞ്ഞ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതെല്ലാം കണ്ട് നമ്മൾ ഇങ്ങനെ ലൈക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു രസമുള്ള കാര്യമല്ലേ, പല കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെയൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള കാത്തിരുന്ന് ഈ കോട്ടൺ ഫാബ് എക്സിബിഷൻ വരാൻ കാത്തിരുന്ന് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറാമിക് പോട്ട്സൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രാവിൻ്റെയും മുയലിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആകെ വാങ്ങിയത് ഫുഡ് ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പാവ് ഭാജി വാങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാറിൽ പോയി സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈക്ക് അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പയ്യെ ഡേ വൈൻഡപ്പ് ചെയ്തു. ആൻഡ് പാവ് ഭാജി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചിയിലുള്ള എല്ലാവരും തന്നെ ഒന്ന് പോയി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.